ക്രിയേറ്റേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബെഡ്ഷീറ്റും അതിനോടൊപ്പം 2 ടൈപ്പിലായിട്ട് വരുന്ന പില്ലോ കവറൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ സാറ്റിൻ ക്ലോത്ത് നമ്മൾ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കളറിൽ വരുന്ന ബ്രൊക്കേഡ് നമ്മൾ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഗോൾഡൻ കളറിലായിട്ട് വരുന്ന ബ്രൊക്കേഡ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബെഡ്ഷീറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 60 ഇഞ്ചാണ്, ലെങ്ത്ത് വരുന്നത് 75 ഇഞ്ചാണ്. അപ്പോൾ സാറ്റിൻ ക്ലോത്തിനെ ഞാനിവിടെ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വിഡ്ത്തിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 30 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നേരെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ അതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ വിഡ്ത്ത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പീസ് കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 15 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 60 ഇഞ്ച് നമുക്ക് ഓൾറെഡി ക്ലോത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനോടൊരു 15 ഇഞ്ചസ് കൂടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ മാർക്ക് ചെയ്തിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്രൊക്കേഡ് പീസാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ ഇതേപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റിന് ഒരു 3 സൈഡിലായിട്ടൊരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൊക്കേഡ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 4 പീസോളം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ സൈഡിലൂടെ ഒരു ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് സാറ്റിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് വരുന്നത് ബെഡ്ഷീറ്റിൻ്റെ ഇരട്ടിയായിട്ടാണ്. പിന്നെ ഇതാ 8 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ വിഡ്ത്തിന് കറക്റ്റായിട്ട്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിനെ നമ്മൾ 15 ഇഞ്ചസ് വിഡ്ത്തിൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസുമായിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടിതാ ഈ ഒരു സ്റ്റിച്ചിങ് കവറാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ അരികും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ജോയിൻറ്റ് കാണാത്ത വിധം അതൊന്ന് കവർ ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു പീസിനോട് നമ്മൾ അടുത്ത പീസ് കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു പീസ് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബോർഡർ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിനെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസും ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ജോയിൻ ചെയ്ത ഭാഗത്ത് കറക്റ്റായിട്ടൊരു പ്രസ്സിങ് തയ്യലൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് 2 വശവും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സാറ്റിൻ ക്ലോത്തിനെയും അതേപോലെ തന്നെ 2 വശവും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. മറ്റേ വശവും നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മളൊരു 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലിട്ടിട്ട് ഇതേപോലെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതാ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുള്ള ഓരോ പ്ലീറ്റായിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രില്ല് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ബെഡ്ഷീറ്റിൻ്റെ ചീത്ത വശവും ഫ്രില്ലിൻ്റെ ചീത്ത വശവുമായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോഴേ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചീത്ത വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രില്ല് നമ്മൾ ബെഡ്ഷീറ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളെ ബ്രൊക്കേഡ് പീസ് ഇതേപോലെ വെച്ചിട്ടൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബ്രൊക്കേഡ് പീസ് നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ ചീത്ത വശത്തായിട്ട് വെക്കുക. എന്നിട്ട് ഇതേപോലെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു എൻഡ് പോർഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിട്ടെടുത്തിട്ട് ഇതേപോലെ ഒരു പ്രസ്സിങ് തയ്യൽ കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ബോർഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രില്ലുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു ബോർഡർ ഫ്രില്ലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഫ്രില്ലിനെ നമ്മൾ ചീത്ത വശത്തേക്ക് തിരിച്ചിട്ടെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അത് ആ ഒരു സീം അലവൻസ് ആയിട്ട് വരുന്ന ഭാഗം പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മളെ ബെഡ്ഷീറ്റിൻ്റെ 3 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ക്യാപ്പ് വെച്ചിട്ടൊരു റൗണ്ട് ഇതേപോലെ കോളർ ഷുഗറിന് മുകളിലായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുള്ള ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൊക്കേഡ് പീസിന് മുകളിലായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബ്രൊക്കേഡ് പീസിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ സാറ്റിൻ ക്ലോത്തിൻ്റെ ഒരു വശം ഞാൻ ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കണം. അപ്പോൾ ഒരു ഫ്ലവർ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ നേരെ ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളൊരു ത്രെഡ് മാറ്റിയിട്ട് മറ്റേ ത്രെഡിൽ പിടിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുരുക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ആ ഒരു ചുരുക്കിയെടുത്തിട്ടുള്ള പീസിനെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൗണ്ടിൽ വരുന്ന പീസായിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ റൗണ്ടിൽ ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ 2 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളൊരു ഫ്ലവർ പോലെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് റൗണ്ടും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ത്രെഡ് പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് സിഗറിലായിട്ട് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു ത്രെഡ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റിന് മുകളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോർണറിനായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ B7000 ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു റൗണ്ടും ഫ്ലവേഴ്സും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് വരുന്നതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പില്ലോ കവർ കൂടെ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പില്ലോ കവറിൻ്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ.